സംസ്ഥാനത്തെ 30,000 ഹെക്ടർ റബ്ബർ റീപ്ലാന്റേഷന് 225 കോടി രൂപ അനുവദിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഏപ്രിൽ മുതലായിരിക്കും പണം അനുവദിക്കുക. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഇടതുമുന്നണി പ്രകടനപത്രികയിൽ വാഗ്ദാനം ചെയ്ത പോലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപ ആക്കണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടു. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയും അത് കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടേയില്ല. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ പദ്ധതി, കേരള കാലാവസ്ഥാ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി കേര എന്ന ചുരുക്കപ്പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതി ഈ 2024 ഏപ്രിൽ മുതൽ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. ആ പദ്ധതിക്കകത്ത് നമ്മുടെ കേരളത്തിൻ്റെ റബ്ബർ മേഖലയാണ് ഗൗരവതരമായി കണ്ടിരിക്കുന്നത്. അത് ഈ സഭയുടെ കൂടി അറിവിലേക്കായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.